അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, ഞാനിതിലൊരു വീഡിയോ ഇടുന്നുണ്ട്, അത് നിങ്ങൾ നോക്കിക്കോ. കുറേ ആളെ കണ്ടിട്ടുണ്ടാവും. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വകഫാ, سمع الله لمن دعا, ليس وراء الله منتهى. പൈപ്പ് എന്തെന്ന്, ഭക്ഷണം എന്ത്, നമ്മളെ ഉപ്പാർ ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് നമ്മളെ പോറ്റിയിട്ട് ഇത്രയും സുഖത്തിൽ ജീവിക്കുന്നുണ്ട്. ആ മക്കൾ പലസ്തീനി മക്കളെ ചിന്തിക്കും. പലസ്തീനി മക്കൾക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, അവർക്ക് ഉറങ്ങാൻ സ്ഥലമില്ല, പറഞ്ഞാൽ മനസ്സിലായ, ഡ്രസ്സില്ല, മരുന്നില്ല, പറഞ്ഞാൽ മനസ്സിലായ. അവർക്ക് വലിയ വലിയ കോടീശ്വരമായ മക്കളെ എല്ല് കാണുന്ന പൈച്ചിട്ട് കൈയായിട്ട് പാത്രം കാട്ടി ചൊടിച്ചിട്ട് ബൈലോട്ട് വലിക്കുന്നു. പാത്രത്തിൽ ഭക്ഷണം കിട്ടായിട്ട് 1000 ആള് ഭക്ഷണത്തിനുണ്ടെങ്കിൽ അതിൽ ഒരു 100-200 ആള് ബാക്കിയാണ്, കിട്ടുന്നില്ല. പൈച്ച് സഹിക്കാൻ കഴിയായിട്ട് പാത്രത്തിന് ചൊടിച്ചിട്ട് കാട്ടിയെടുത്ത് ബൈലോട്ട് വലിക്കുന്നതെന്ന് സഹിക്കാൻ കഴിയായിട്ട് പൈപ്പിനെ. അത്ര സുഖത്തിൽ ഞമ്മ ഈ ദുനിയാവിൽ ജീവിക്കുന്നുണ്ട്. ആ റബ്ബിനോട് ചിന്തിക്കും മക്കള്, നാളെ നമ്മളെ അവസ്ഥ എന്തായിട്ടുണ്ടാവും. ഞമ്മ അള്ളാനെ ഓർക്ക് മക്കളെ, ഉപ്പാനും ഉമ്മാനും ഓർക്ക് മക്കളെ, ഉമ്മാവും പറഞ്ഞ പോലെ കേക്ക് മക്കളെ, അനാവശ്യ സമയം കളഞ്ഞിരുന്ന മക്കളെ, വാട്സപ്പ് ഫേസ്ബുക്കും എല്ലാം കളഞ്ഞിട്ട് അള്ളായിട്ട് തന്നെ അടുക്കും മക്കളെ. അന്നകലില്ല അള്ളാഹ് നമുക്ക് കൽപ്പിക്കും. ആ മക്കളല്ല, അതാ കോടീശ്വരന്മാരെ ബെൻസ് കാറിൽ പോകുന്ന മനുഷ്യൻ, വലിയ വലിയ വണ്ടിക്ക് പോകുന്ന ആളും AC റൂമിൽ ഉറങ്ങുന്ന പുള്ളന്മാരാണ് ഈ കൈ കാട്ടിട്ട് കരയുന്നല്ല, അല്ലാതായിട്ട് കരയുന്ന. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കും മക്കളെ. നമ്മളെ കാലം എന്താവും? ഞമ്മക്ക് അള്ളാഹ് ഗുണം കിട്ടണമെങ്കിൽ അള്ളാഹ് ഞമ്മ അടുക്കണം മക്കളെ. അള്ളാഹ് ഹരിച്ചിട്ട് എല്ലാവർക്കും അള്ളാഹും ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.